ഞാൻ ധിക്കരിച്ച് പറയല്ല, പക്ഷെ ഞാൻ കാണുന്നില്ല. ഉണ്ടെന്ന് പറച്ചിൽ മാത്രമല്ലേ ഉള്ളൂ. പ്രവർത്തനം എവിടെ കാണുന്നു? ഒരു സ്ഥലത്ത് കാണിച്ചു തരാമോ? ഞാൻ കണ്ടിട്ടില്ല. അതൊരു വീഴ്ചയല്ലേ? അങ്ങനെ കമ്മിറ്റി വേണമെന്ന് പറയും. അത് സംഘടനയ്ക്ക് എല്ലാം ഉത്തരവാദിത്തം. അമ്മ സംഘടന എല്ലാവരും ചേർന്നുള്ള തീരുമാനം. അപ്പൊ അത് അത്ര ഒരു ഉത്തരവാദിത്വക്കുറവ് ഈ സംഘടനയ്ക്ക് ഇല്ല. അപ്പൊ അതിന്റെ പുറകിലത്തെ വശം എന്താണെന്ന് എനിക്കറിയില്ല. ഇനി എവിടെയെങ്കിലും നോക്കുന്നുണ്ടോ? കാരണം എനിക്കറിയില്ല. കാരണം എന്താണ് അത് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല. അപ്പൊ അത് വന്നാൽ നല്ലതാണ്. കാരണം ഒരു സേഫ്നെസ് ആണ്. പക്ഷെ സ്ത്രീകൾ സേഫ്നെസ് അല്ലെന്ന് പറയുന്നത് ഇതിന് മാത്രം എന്താ ഇവിടെ നടക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. എന്താണ് ഇവിടെ നടക്കുന്നത്? അതിന് മാത്രം സേഫ്നെസ് അല്ലാതെ ഏതോ സമയത്ത് നേരത്തെ പറഞ്ഞ എവിടെയൊക്കെ പോകുന്നു, അതിനുശേഷം പിന്നെ മീറ്റുമായിട്ട് അത് ആരുണ്ടാക്കണു? അതിപ്പോ ഈ കംപ്ലൈന്റ് കമ്മിറ്റി ഒന്ന് മാറുമോ? എനിക്ക് തോന്നുന്നു മാറുമെന്ന്. ഈ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ഒന്ന് പുറകിലേക്ക് എടുത്ത് നോക്ക്. ശരി, ഒരു വണ്ടിയിൽ തട്ടിക്കൊണ്ടുപോയി, അങ്ങനെ കൊണ്ടുപോയി 2 പേരെ ബലമായിട്ട് കൊണ്ടിട്ടാണ് അവർ കൊടുക്കുന്നത്. ശരിയാ, നമുക്ക് പറയാം, വാദിക്കാം, അവരുടെ കൂടെ നിൽക്കാം. ഇത് സ്വന്തം ഇഷ്ടം. ഇപ്പോൾ ഉദാഹരണം, ഒരാൾ നടന്നു അയാളുടെ പുറകെ പോയി ഹോട്ടൽ റൂമിലും പോയി അവിടെ ഇവിടെയൊക്കെ പോയി അമ്മയോ അച്ഛനോ ആരും അന്വേഷിക്കാതെ ധിക്കരിച്ച് ലിവിങ് ടുഗദർ നടക്കുന്നു. അവരെ തോന്നിവാസം കാണിച്ചു വെച്ച് നാളെ ഇത് എന്നെ എങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ ഒരാളിനെ ഇതാക്കണതിൻ്റെ എന്താ അർത്ഥമുള്ളത്? തിരിച്ച് ആണുങ്ങൾക്ക് പറഞ്ഞൂടെ? നിങ്ങളെന്താ പറയാത്തത്? നിങ്ങളെ ഞാൻ സപ്പോർട്ട് ചെയ്യും. നിങ്ങളെ അവർ ബുദ്ധിമുട്ട്. നിങ്ങൾക്ക് ഭാര്യയും അതിലേക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ട്. അറിയാതെ ഇങ്ങനെ സംഭവിച്ചു പോയി. ആ ഭാര്യ ഒരു പെണ്ണല്ലേ? ആ മോള് പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വളർന്നു വരില്ലേ? അച്ഛനിങ്ങനെ ചെയ്തു എന്ന് വരില്ലേ? അപ്പൊ ആണുങ്ങൾക്ക് വിഷമമൊന്നും ഇല്ലേ? ഇല്ലേ? സംഭവിച്ചു പോയി. നിങ്ങൾ എത്ര പേര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്? ഇവിടെയൊക്കെ നിയമങ്ങളാണ് പ്രശ്നം. അപ്പൊ ആണുങ്ങൾക്ക് എന്താ? ആണിന്റെ ഭാര്യ അമ്മയും പെണ്ണല്ലേ? അല്ലേ? അവർക്ക് വിഷമമില്ലേ? അതെന്താ തിരിച്ചറിയണം. നമ്മളിപ്പോൾ ഞാനൊരു ആരോപണം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് ഭാര്യയുണ്ട്, നിങ്ങൾക്ക് തിരിച്ചു ചോദിച്ചൂടെ? ചോദിക്കാം. ഒരാൾ പെണ്ണിന് അത് ഇനി പണ്ടാ. ഇപ്പൊ ഒന്നും സ്ത്രീയുടെ കൂടെ ഒന്നും സമൂഹം നിൽക്കൊന്നുമില്ല. സമൂഹം നിങ്ങളെടുത്ത് നോക്ക്, അഭിപ്രായങ്ങളെടുത്ത് നോക്ക്. പോയിട്ടല്ലേ എന്ന് ചോദിക്കണത്. എന്തുകൊണ്ട് അമ്മയും കൊണ്ട് പോയില്ല? ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് പോകാൻ പറ്റാത്ത സ്ഥലമാണ്, ഞാൻ എൻ്റെ അമ്മയെ കൂട്ടും. വയ്യെങ്കിലും അമ്മ ഒന്ന് വാമേ നമുക്ക് പോകാമെന്ന് പറയും. ചെയ്തൂടെ? ഇത് അമ്മയില്ല, ആരുമില്ല, തോന്നിയ പോലെ ഇഷ്ടം പോലെ ആ സിംഗപ്പൂര്, അമേരിക്ക, ഗൾഫ് അവിടെയൊക്കെ കറങ്ങിയടിച്ച് വന്നേച്ച് എല്ലാം മേടിച്ച് ഞാൻ സ്ത്രീകളെ കുറ്റം പറയാം. തിരിച്ചും ഞാൻ പറയാം, ആണുങ്ങളും പെണ്ണുങ്ങളുടെ അടുത്ത് മേടിക്കുന്നുണ്ടാവും. സ്ത്രീകളെ കൊണ്ടുപോയി അതൊക്കെ മേടിച്ചത്, അവരുടെ പൈസയും മേടിച്ചെടുത്ത് ഇതൊക്കെ കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് ചെയ്തൂടെ? അത് നിങ്ങളങ്ങനെ പറഞ്ഞ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഫാമിലി ആൾക്കാർ ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവർക്കും ഒരമ്മ സ്ത്രീ, അവരുടെ ഭാര്യ സ്ത്രീ, അവരെന്ത് തെറ്റ് ചെയ്തു? അവരനുഭവിക്കില്ലേ? മറന്നവന് കുട്ടി അനുഭവിക്കില്ലേ? എൻ്റെ ചോദ്യം ഇതൊക്കെയാണ്. ഞാൻ ചോദിച്ചിട്ടുമുണ്ട്. ഈ ലഹരി കൂടുതലായിട്ട് വരുന്നു എന്ന് പറയുന്നു. വലിയ ചർച്ചയൊക്കെ നടന്നു അല്ലേ? ചില ആളുകളെ മാറ്റി നിർത്തി താരസംഘടന ഇടപെടലുണ്ടായി, നിർമ്മാതാക്കളുടെ ഇടപെടലുണ്ടായി. അത്തരം ഒരു ലഹരി ഉപയോഗം വർദ്ധിക്കുന്നതായിട്ട് തോന്നുന്നു. ഇപ്പം എന്താ അറിയോ അങ്ങനെ വർദ്ധിക്കാൻ മെയിൻ കാര്യം? എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, എനിക്ക് മറ്റുള്ളവരുടെ കാഴ്ചപ്പാടൊന്നും അറിയില്ല. വെള്ളം അടിച്ച പോലീസ് പിടിക്കും, ഊതിച്ച പോലീസ് പിടിക്കും, പ്രശ്നങ്ങളായി. ഇതാകുമ്പോൾ വലിയ പോലീസ് അറിവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇപ്പം മിഷ്യൻ വന്നു തുടങ്ങിയെന്ന് കേട്ടു. ഞാൻ ഈ പറയുന്ന വെള്ളമടിയൊന്നും ഇല്ലാത്ത ആളാണ്. ഇപ്പം ഇതിന് മിഷ്യൻ വന്നു തുടങ്ങി. അതുകൂടെ കണ്ടുപിടിച്ചാൽ ഇതും ഏകദേശം കുറച്ച് സ്റ്റോപ്പാവും. കാരണം ഈ മദ്യം കഴിക്കുന്ന ആൾക്കാരാണ് കൂടുതലുമായിട്ട് നമ്മൾ മുമ്പ് കണ്ടുകൊണ്ടിരുന്നത് അല്ലേ? ഈ മറ്റുള്ള അനന്തർ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 എണ്ണം അടിക്കുക, തെറ്റൊന്നുമില്ല. കഴിക്കുന്നുണ്ട്. ഞാൻ കഴിക്കുന്നവർക്ക് ഞാൻ ഒരിക്കലും എതിരൊന്നും പറയാറില്ല. കാരണം ഞാനിപ്പോൾ കഴിക്കുന്ന ഒരാളെ, ഇപ്പം എൻ്റെ വീട്ടിലാണ് എൻ്റെ ഭർത്താവിനെ നിയന്ത്രിക്കുകയാണ് കഴിക്കുന്നതെന്ന്. അദ്ദേഹം ചിലപ്പോൾ പുറത്തു പോയി കഴിക്കും. അപ്പോൾ കഴിക്കുന്നതിന് തെറ്റല്ല, പക്ഷേ കഴിച്ച് നമ്മൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പം ലഹരി ഉപയോഗിക്കുന്നത് വെച്ചാൽ ഒരു രക്ഷയില്ല ഇപ്പോഴത്തെ കുട്ടികൾ. പണ്ടത്തെ ഞങ്ങളൊക്കെ വളർന്നു വന്ന കാലമല്ല ഇപ്പോൾ. ഇപ്പം ഇതൊക്കെ കിട്ടാൻ ഈസിയാണ്. വാട്സപ്പിൽ കൂടെ ഒരു മെസ്സേജ് ഇടാ, എൻ്റെ പാലത്തിൻ്റെ താഴെ വന്നാൽ മതി കേട്ടോ, സാധനം കിട്ടി. ഒരു ഇതും വേണ്ട. മറ്റേത് ഞങ്ങൾക്ക് ഫോണുണ്ടോ? പണ്ട് ഇങ്ങനെ വല്ലതും നടക്കുമോ? ഇന്നിപ്പോൾ എന്താ? എത്തിയിട്ടുണ്ട് കേട്ടാ, പോവാ. പല പേരുകൾ. ഇതൊക്കെ ഉപയോഗിച്ച് ഇന്നത്തെ ജനറേഷൻ ആൾക്കാരൊക്കെ പ്രശ്നങ്ങളായിക്കൊണ്ടിരിക്കുക. ലഹരി ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഉപയോഗിക്കാൻ എന്താ ചെയ്യുക? അനുഭവിക്കുന്നതല്ല, എന്ത് ചെയ്യാൻ പറ്റും? അത്തരം ആളുകളെ വെച്ച് സിനിമകൾ ചെയ്യുമ്പോഴാണ് സിനിമയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നമ്മളെപ്പോഴും കാണുന്നു, ചർച്ചകളൊക്കെ ഞാൻ പല വാർത്തകളും ചെയ്തിട്ടുണ്ട്. അത്തരം ആളുകളെ വെച്ച് തന്നെ സിനിമ ചെയ്യാൻ ചില ആളുകൾ വരുന്നു.
ഇവിടെ ആരെ കുറ്റം പറയണമെന്നുണ്ട്? ആരെയും കുറ്റം പറയണ്ട. ആ സിനിമകൾ നല്ലപോലെ അംഗീകരിക്കുന്ന പ്രേക്ഷകരുണ്ട്, നല്ലപോലെ പൈസ ഉണ്ടാക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. ഇവരടിക്കോ അടിക്കാതിരിക്കോ ലഹരി കഴിക്കും, എന്തായാലും തിയേറ്ററിൽ കൈയടിയിരിക്കുന്ന ഏതൊരാളാണെങ്കിലും പ്രൊഡ്യൂസറും ഡയറക്ടേഴ്സ് അവരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ലഹരി ഒന്നും അവർ നോക്കുന്നില്ല ഇപ്പോൾ. എന്താ ശരിയല്ലേ? ഓഡിയൻസ് അവർക്കും ഉണ്ട്. നന്നായിട്ട് അഭിനയിക്കുന്ന ആൾക്കാരായിരിക്കും, അവരെ ജനം കൈയടിച്ച് സ്വീകരിക്കും. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അവരുടെ ഓഡിയൻസ് ഇഷ്ടപ്പെടുന്ന പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന പ്രൊഡ്യൂസ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു പടം ലഹരിയൊക്കെ ഉണ്ടാക്കിയ ഒരു പടം അഭിനയിച്ച് ആ പടം അങ്ങോട്ട് പൊളിഞ്ഞു, ആ പ്രൊഡ്യൂസറും ഡയറക്ടർ വീണ്ടും അവനെ വെച്ച് പടം എടുക്കില്ലല്ലോ. ലഹരി ഉപയോഗിച്ചോ എന്തോ ഉപയോഗിച്ചോ എന്താണെങ്കിലും ആ പടത്തിന് ഓഡിയൻസ് നല്ല കാശും കഴിച്ചാൽ കിട്ടിയ ആ പ്രൊഡ്യൂസറാണല്ലോ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടണത്. ഒരു പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സാധാരണ പ്രൊഡ്യൂസറാണ്. പ്രൊഡ്യൂസർ പടം വന്ന് ഇറങ്ങുന്നവരെ ആ പ്രൊഡ്യൂസർ ഭയങ്കര കാര്യം, അയ്യോ സാർ പ്രൊഡ്യൂസർ വന്നിട്ടോ. ഇദ്ദേഹം വന്ന് അത് ആ കളത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസർ വെറുതെ പൈസ ഇറക്കുന്നൊരു യന്ത്രമാണ്. ആ യന്ത്രത്തിന് ആ പാവം ആദ്യം വരുന്ന പ്രൊഡ്യൂസർ, പഠിച്ചു വരുന്ന പ്രൊഡ്യൂസർ അല്ലാട്ടോ ഞാൻ പറയുന്നത്, പുതിയ പ്രൊഡ്യൂസർ, ആ പൈസ അദ്ദേഹത്തിന് കിട്ടിയ അദ്ദേഹത്തിന് എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന് ഒരു പടം പോയി കഴിഞ്ഞാൽ ചിന്തിക്കൂല. അപ്പോൾ ഈ ലഹരിയല്ല എന്താണേലും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട എന്തൊക്കെ കാണിച്ച ആളാണെങ്കിലും അവർ പടം സക്സസ് ആയിട്ട് വരികയാണെങ്കിൽ അവർ വീണ്ടും മുന്നിൽ തന്നെ നിൽക്കും. എല്ലാം അങ്ങനെ എത്രയോ പടങ്ങൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഇവരൊക്കെ കഴിക്കുമോ ഇതൊന്നും എൻ്റെ വിഷയമല്ല. ഇഷ്ടപ്പെട്ട ആരും ലഹരിക്ക് അടിമയല്ല, എന്താണേലും സ്ക്രീനിലെ പെർഫോമൻസ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടോ അവരവരെ കയ്യിലെടുത്തിട്ടുണ്ടാവും. ഒരു തെറ്റും എനിക്ക് അടിയായോ എന്ന് ചോദിച്ചാൽ അങ്ങനെ തോന്നിയില്ല. കാരണം ഇലക്ഷനിൽ നിന്ന് എൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉറപ്പാണ്. ഇത്രയും വലിയ ആൾക്കാർ നിൽക്കുന്ന അരൂര് ഞാൻ ഇത്രയും ലക്ഷം വോട്ടും മേടിച്ച് ഒരു മാസം കൊണ്ട് ഞാൻ ജയിക്കുമോ? ഒരിക്കലും ഇല്ല. അവർ നിന്നു, കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അത് നിന്നു. അതിനെ ചുറ്റിപ്പറ്റി കുറച്ച് പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് എനിക്ക് പ്രോബ്ലം വന്നത്. അല്ലെങ്കിൽ ഈസിയായിട്ട് ആ ഇലക്ഷനിൽ നിന്ന് ഞാൻ ആ വഴിക്ക് പോയേനെ. പക്ഷെ അതിനോടനുബന്ധിച്ച് കുറേ ഞാൻ പോലും അറിയാത്ത കുറേ സംഭവങ്ങൾ കണക്റ്റഡായി. അത് ഞങ്ങളുടെ ഈ വരുന്ന പാർട്ടിയുടെ ഒരാളും കൂടെ ആയിപ്പോയി. അപ്പം ഞങ്ങളൊക്കെ ചോദ്യം ചെയ്യേണ്ടി വന്നു. അതിനകത്ത് ഞാനും ആ 10 പേരും ഒരാൾ എന്നെ ചോദ്യം ചെയ്താണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്തത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എനിക്കൊരു എന്തെങ്കിലും ഒരു തെറ്റ് വന്നാൽ അത് ഹൈലൈറ്റ് ആവുള്ളൂ. ഞാൻ അതിന് ജയിച്ചതിന് ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുമോ? ഒരിക്കലും ഇല്ല. എനിക്ക് വലിയ അടിയായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ശേഷം വേണ്ടായിരുന്നു എന്ന് പിന്നെ ചിന്തിച്ചപ്പോൾ തോന്നി, ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുന്നു വിചാരിച്ചിട്ടല്ലോ. അങ്ങനെ വീണ്ടും ഒരു പരാതിയിലേക്കൊക്കെ പോകുന്നു. അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലുണ്ടാവുന്നു, അദ്ദേഹത്തിന് ചോദ്യം ചെയ്യലുണ്ടാവും. പിന്നീട് അതിനെക്കുറിച്ച് എവിടെയാണ് എന്താണ് സംഭവിച്ചതെന്ന് പഠിച്ചോ? ഏത് ഈ ചോദ്യം ചെയ്യൽ കണക്റ്റഡ് ആയപ്പോഴോ? അത് ഏതൊരു ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു കേസിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനോടനുബന്ധിച്ച് നിന്നിരുന്ന എല്ലാവരെയും അവർ ചോദ്യം ചെയ്യുക, അത് അവരുടെ ഡ്യൂട്ടിയാണ്. അത് പ്രിയങ്ക എന്ന് പറഞ്ഞ ഒരാൾ അറിയുന്നതുകൊണ്ട് മാത്രമാണ് അത് വലിയൊരു പബ്ലിസിറ്റി ആയത്. ഞാനതൊന്നും അല്ലായിരുന്നെങ്കിൽ അറിയില്ലായിരുന്നു. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.